തൃശൂരിൽ ലഹരി വിൽപ്പന കേസിൽ പിടിയിലായ പ്രതി തെളിവെടുപ്പിനിടെ ചാടിപ്പോയി. തൃശൂർ മനക്കുഴി സ്വദേശി ആൽവിനാണ് ചാടിപ്പോയത്. ബംഗളൂരുവിൽ തെളിവെടുപ്പിനിടെയാണ് യുവാവ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം? പ്രതിക്കായി അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. അതിനായി ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ ആൽവിൻ ഉൾപ്പെടെ 3 പേര് നെടുമ്പുഴ സ്റ്റേഷൻ പരിധിയിൽ ശാന്താറാമിന് സമീപം നെടുമ്പുഴ സ്റ്റേഷൻ പരിധിയിലുള്ള മാഷുപടി റോഡിൽ വെച്ച് വാടക വീട്ടിൽ വെച്ച് MDMA-യും കഞ്ചാവും അടക്കം പിടികൂടുന്നത്. 69.85 ഗ്രാം കഞ്ചാവും അതുപോലെ തന്നെ ക്ഷമിക്കണം 69.85 ഗ്രാം തൂക്കം വരുന്ന MDMA-യും അതുപോലെ 4 കിലോയോളം വരുന്ന തൂക്കം വരുന്ന കഞ്ചാവും സഹിതം ഈ ആൽവിനെയും അതുപോലെ മറ്റു 2 പേരെയും പിടികൂടുന്നത്. അതിനുശേഷം ഇവർ റിമാൻഡിൽ പോയി ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് വേണ്ടി ആൽവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് നെടുമ്പുഴ പോലീസ് സംഘം ആൽവിനെയും കൊണ്ട് ബാംഗ്ലൂരിലെത്തുന്നത്. ബാംഗ്ലൂരിലെത്തി അവിടെ താമസിക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെയാണ് ഇവർ താമസിച്ചിരുന്ന 3 നില കെട്ടിടത്തിൽ വെച്ച് ഈ ആൽവിൻ രക്ഷപ്പെടുന്നത്. ഈ ആൽവിൻ കെട്ടിടത്തിന്റെ പൈപ്പിലൂടെ ഇറങ്ങി ആണ് രക്ഷപ്പെടുന്നത്. ഈ ആൽവിൻ രക്ഷപ്പെടുന്ന ശബ്ദം കേട്ട് പോലീസുകാർ നെടുമ്പുഴ സ്റ്റേഷനിൽ നിന്ന് പോയ 4 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ആൽവിനെ പിടികൂടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആൽവിനെ പിടികൂടാനായില്ല. പൈപ്പിലൂടെ താഴേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് പോലീസ് നെടുമ്പുഴയിൽ നിന്ന് പോയ പോലീസ് സംഘം ആ പ്രദേശത്താകമാനം തെരച്ചിൽ നടത്തിയെങ്കിലും ആൽവിനെ കണ്ടെത്താനായില്ല. എന്തായാലും ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയാണ് തെളിവെടുപ്പിനിടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ വെച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവത്തോടെ തൃശ്ശൂരിൽ നിന്നും കൂടുതൽ പോലീസ് ഈ ആൽവിനെ പിടികൂടാനായി ബാംഗ്ലൂരിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൂടുതൽ പോലീസ് തൃശ്ശൂർ സിറ്റിയിൽ നിന്നുള്ള കൂടുതൽ പോലീസ് സംഘം ബാംഗ്ലൂരിലേക്ക് തിരിക്കും. സ്ഫോടനങ്ങളാണ് തിരിക്കുക. ഈ പ്രതിയെ പിടികൂടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലുള്ള ഒരു പ്രതിയാണ് ഇത്തരത്തിൽ തെളിവെടുപ്പിനിടെ ചാടിപ്പോയിട്ടുള്ളത്. 4 പേർ അടങ്ങുന്ന നെടുമ്പുഴ പോലീസ് സ്റ്റേഷനിലെ സംഘമാണ് ഈ ആൽവിനെ തെളിവെടുപ്പിനായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്നും ലഹരി തൃശ്ശൂരിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് നെടുമ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വാടക വീട്ടിൽ വിൽപ്പന നടത്തുന്നതിനിടെ ആണ് ഇയാൾ ഉൾപ്പെടെ സഹോദരങ്ങൾ ഈ കേസിൽ പിടിയിലായിട്ടുണ്ട്. ഇയാൾ ഉൾപ്പെടെയുള്ള 3 പേർ അന്ന് പിടിയിലായപ്പോൾ MDMA-യും കഞ്ചാവും ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 70 ഗ്രാമോളം വരുന്ന തൂക്കം വരുന്ന കഞ്ചാവും 4 കിലോയോളം വരുന്ന 70 ഗ്രാം തൂക്കം വരുന്ന MDMA-യും 4 കിലോയോളം വരുന്ന കഞ്ചാവും സഹിതമാണ്. അതായത് തൂക്കി വിൽപ്പന നടത്തുന്നതിന് ഉൾപ്പെടെ പൊതികളിലാക്കി കവറുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു. ഗ്ലാസും ഉൾപ്പെടെ അന്ന് പിടികൂടിയിരുന്നു. വലിയ പരിശ്രമത്തിനൊടുവിലാണ് അന്ന് നെടുമ്പുഴ പോലീസ് പ്രതികളെ പിടികൂടിയത്. അതിനുശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്തായാലും ബാംഗ്ലൂർ പോലീസിന്റെ സഹായം ഉൾപ്പെടെ തൃശ്ശൂർ സിറ്റി പോലീസ് തേടിയിട്ടുണ്ട്. ഇയാളെ കൈയോടെ തന്നെ പിടികൂടുവാനായി പോകുന്ന സമയത്ത് കാലിൽ വിലങ്ങ് അണിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ എളുപ്പമാണ് ഒരു കാര്യം കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും ബാംഗ്ലൂർ പോലൊരു വലിയ നഗരത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതി രക്ഷപ്പെട്ടാൽ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും അത് കൂടി കണക്കിലെടുത്താണ് തൃശ്ശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം സ്ക്വാഡ് അംഗങ്ങൾ ഉൾപ്പെടെ ബാംഗ്ലൂരിലേക്ക് തിരിക്കുന്നത്. എന്തായാലും ഇയാളെ വൈകാതെ പിടികൂടാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്.